29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനും കേരള ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരള ഫിലിം മാർക്കറ്റിന്റെ 2ാം പതിപ്പെത്തുന്നു. B2B മീറ്റിംഗുകളും ലോക സിനിമയിലെ പ്രതിഭകൾ നയിക്കുന്ന ശില്പശാലകളും മാസ്റ്റർ ക്ലാസുകളുമാണ് ഇത്തവണത്തെ KFMന്റെ പ്രധാന ആകർഷണം. 11, 12, 13 തീയതികളിലായി തിരുവനന്തപുരത്ത് വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സിനിമയിലെ വിവിധ മേഖലകളെ സംബന്ധിച്ച നൂതന അറിവുകൾ, വാണിജ്യ സാധ്യതകൾ എന്നിവ ചലച്ചിത്ര പ്രവർത്തകരിലേക്ക് എത്തിക്കുക എന്നതാണ് മാർക്കറ്റിന്റെ ലക്ഷ്യം. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുമായാണ് KFM നടക്കുക. B2B മീറ്റിംഗ്, ശില്പശാല, മാസ്റ്റർ ക്ലാസ് എന്നിങ്ങനെ 3 ഘടകങ്ങളാണ് പ്രധാനമായും KFM 2ാം പതിപ്പിലുള്ളത്. ലോക സിനിമയുടെ നിലവാരത്തിൽ മലയാള സിനിമ എവിടെ നിൽക്കുന്നു എന്ന് മലയാള സിനിമയുടെ പ്രവർത്തകരെ, മലയാള സിനിമയെ ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ, ഒപ്പം നമ്മുടെ സിനിമയെ ലോക സിനിമയുടെ ഒരു പരിപ്രേക്ഷ്യത്തിൽ അതിനെ ഷോക്കേസ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കേരള ഫിലിം മാർക്കറ്റ്, അത് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അവിടെ സംഘടിപ്പിക്കുന്നത്. വെറും ഒരു പ്രദർശന വേദി മാത്രമായിട്ടല്ല നമ്മുടെ ഒരു ഫെസ്റ്റിവൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അവിടെ ചർച്ചകളുണ്ട്, സംവാദങ്ങളുണ്ട്, ഇൻ കോൺവെർസേഷൻ ഉണ്ട്, നമ്മുടെ മീറ്റ് ദ ഡയറക്ടേഴ്സുമായിട്ട് അങ്ങനെയുള്ള പരിപാടികളുണ്ട്, ഓപ്പൺ ഫോറം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് വളരെ സർഗാത്മകമായ ഒരു ഇടമായിട്ട് കൂടി ഫെസ്റ്റിവൽ വേദി മാറുകയാണ്. പാരീസ് ആസ്ഥാനമായ പ്രശസ്ത ഫിലിം സെയിൽസ് കമ്പനിയുടെ സ്ഥാപക കെയ്കോ ഫുനാറ്റോ, പ്രഗത്ഭ ചലച്ചിത്ര നിർമ്മാതാവ് ഇൻഗ്രിഡ് ലിൽ ഹോഗ്ഡൺ എന്നിവരുമായി B2B മീറ്റിംഗിനായുള്ള അവസരം നിർമ്മാതാക്കൾക്ക് KFMൽ ലഭിക്കും. പ്രശസ്ത ഛായാഗ്രഹക ആഗ്നസ് ഗോദാർദിന്റെ സിനിമാറ്റോഗ്രാഫി മാസ്റ്റർ ക്ലാസ്, പ്രശസ്ത ഫ്രഞ്ച് സംഗീതജ്ഞ ബിയാട്രിസ് തിരയുടെ പാശ്ചാത്തല സംഗീത മാസ്റ്റർ ക്ലാസ്, പ്രശസ്ത നിർമ്മാതാവ് ഇൻഗ്രിഡ് ലിൽ ഹോഗ്ഡൺ നയിക്കുന്ന കോ പ്രൊഡക്ഷനും ധനസമാഹരണവും സംബന്ധിച്ച വിഷയത്തിലെ മാസ്റ്റർ ക്ലാസ്, തിരക്കഥാകൃത്ത് ജൂലിയറ്റ് സെലസ്, കെ സെറാസെറ വെർച്വൽ പ്രൊഡക്ഷൻസിന്റെ CEO യൂനുസ് ബുഖാരി എന്നിവരുടെ മാസ്റ്റർ ക്ലാസ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന പാനൽ ഡിസ്കഷൻ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.